Today we are going to discuss about capacitors. Capacitors is a device in which electrical energy can be stored. അപ്പം ഇലക്ട്രിക് എനർജി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് നമുക്ക് എന്തായിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ടു കണ്ടക്ടർ ജനറലി ക്യാരിങ് ചാർജസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ഓപ്പോസിറ്റ് സൈൻ ആൻഡ് സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്, രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ക്യാരി ചെയ്യുന്ന രണ്ട് മെറ്റൽ കണ്ടക്ടേഴ്സാണ് ഒരു കപ്പാസിറ്റർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ് മീഡിയമാണ്. അതൊരു കണ്ടക്റ്റിംഗ് മീഡിയം അല്ല. കണ്ടക്ട് ചെയ്യാത്ത ഒരു ഇലക്ട്രിക്കൽ എനർജി കണ്ടക്ട് ചെയ്യാത്ത ഒരു മീഡിയത്തിന് എക്രോസ് ആയിട്ട് രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് സെപ്പറേഷൻ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ്സ് ഉള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഒരു കപ്പാസിറ്ററിൻ്റേത്. അപ്പം ദ നോൺ കണ്ടക്റ്റീവ് റീജിയൻ ക്യാൻ ബി ഐദർ എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ഓർ വാക്വം സച്ച് ആസ് ഗ്ലാസ്, പേപ്പർ, എയർ ഓർ സെമി കണ്ടക്ടർ കോൾഡ് ആസ് എ ഡൈഇലക്ട്രിക്. അപ്പോൾ എന്താണ്, ഒരു കപ്പാസിറ്ററിൻ്റെ നടുവിലുള്ള ഈ ഇൻസുലേറ്റിംഗ് നോൺ കണ്ടക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ ക്യാൻ ബി എയർ, വാക്വം, എയർ ഓർ വാക്വം ആവാം. അതിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്, ശൂന്യതയാവാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി പേപ്പർ ഓർ സെമി കണ്ടക്ടർ കോൾഡ് ആസ് എ ഡൈഇലക്ട്രിക്. ഒരുപാട് മെറ്റീരിയൽസ്, നമുക്ക് കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസ് ഇതിൻ്റെ നടുവിലുള്ള നോൺ കണ്ടക്റ്റിംഗ് റീജിയനിൽ നമുക്ക് വെക്കാം. ഇതനുസരിച്ചാണ് ഓരോ കപ്പാസിറ്ററും ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ രണ്ട് മെറ്റൽ പ്ലേറ്റ്സിൻ്റെ അത് ക്യാരി ചെയ്യുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഇവിടെ ഒരു വിഷ്വലൈസേഷൻ, ഇതാണ് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഈ ഒരു സെപ്പറേഷൻ നടുവിലുള്ള മെറ്റീരിയലിലാണ് കപ്പാസിറ്റേഴ്സിൻ്റെ ഡിഫറൻസ്. അത് ക്യാൻ ബി വാക്വം, അത് ശൂന്യതയാവാം. അവിടെ നമുക്ക് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് വി കോൾ ഇറ്റ് ആസ് പേപ്പർ കപ്പാസിറ്റർ. അതിൻ്റെ നടുവിൽ ഒരു ഗ്ലാസ് വെക്കാം, അല്ലെങ്കിൽ എന്ത് വെക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഡൈഇലക്ട്രിക്സ്. എന്താണ് ഡൈഇലക്ട്രിക്സ്? ഇസ് എ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് അല്ലേ. അത് നോൺ കണ്ടക്റ്റിംഗ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഡൈഇലക്ട്രിക്. അപ്പം ഇത്തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് കപ്പാസിറ്റേഴ്സ് ഡിഫറെൻ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്യണം അല്ലേ. ഒരു കപ്പാസിറ്ററിൻ്റെ രണ്ട് മെറ്റൽ പ്ലേറ്റ്സിനിടയിൽ നമ്മൾ ചാർജ് കൊടുക്കുന്നുണ്ട്. ഈ ചാർജ് നമ്മൾ കൊടുക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു മെറ്റൽ പ്ലേറ്റ്സിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദി എക്സ്പ്രഷൻ ആസ് Q proportional to V. കണ്ടോ, ഫോർ എ ഗിവൺ കപ്പാസിറ്റർ, ഒരു ഗിവൺ കപ്പാസിറ്ററിന് ദ ചാർജ്, നമ്മൾ കൊടുക്കുന്ന ചാർജ്, നമ്മൾ ചാർജ് ചെയ്യണം അല്ലേ. ചാർജ് ചെയ്യുമ്പോഴാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുക ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഒരു സിമ്പിളായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളത് വായിക്കട്ടോ. അതിൽ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഒരു ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ നമ്മളെ സിലബസിൽ ഇല്ലാത്തതാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ ഐഡിയാസ് മാത്രം നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. സോ ചാർജിങ് സിസ്റ്റം എന്ന് പ്രിൻസിപ്പിൾ ശരിക്കും ഇൻഡക്ഷനാണ്, ഇൻഡ്യൂസ്ഡ് ചാർജസ് ആണ്. നമ്മൾ ഒരു പ്ലേറ്റിൽ ചാർജ് കൊടുക്കുന്നു, അത് ഇൻഡക്ഷൻ വഴി, ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. നമ്മൾ ചാർജ് ഒരു പ്ലേറ്റിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് മറ്റൊരു നിയർ ബൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അത് ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. അപ്പോൾ ചാർജിങ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിന് പ്രൊപ്പോർഷണലാണ്. സോ Q is proportional to V. For a given capacitor, the charge Q on the capacitor is proportional to the potential difference V between the two plates. So Q is proportional to V. So Q is equal to C. With this constant of proportionality, we call it as the capacitance of a material or capacitance of a capacitor. So എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഇറ്റ് ഈസ് കൂളം പെർ വോൾട്ട്. അതാണ് ഫാരഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു കണ്ടക്ടേഴ്സ് പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ ഇസ് കോൾഡ് കപ്പാസിറ്റർ. അതാണ് ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിൽ നോൺ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയം എന്തൊക്കെ ആവാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡൈഇലക്ട്രിക് ആവാം, ഗ്ലാസ് ആവാം, പേപ്പർ ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി വാക്വം. ഓക്കെ, അപ്പോൾ എന്താണ്,
ഫാരഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ഈ കപ്പാസിറ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ഷേപ്പ്, സൈസ് ആൻഡ് ജിയോമെട്രിക്കൽ പ്ലേസിംഗ് ഓഫ് ദി കണ്ടക്ടേഴ്സ് ആൻഡ് ദി മീഡിയം ബിറ്റ്വീൻ ദം. ഓക്കെ, there are many types of capacitors. For example, parallel plate capacitors are there, spherical capacitors are there. ഇപ്പോൾ സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ കമക്രോസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇതിൽ എങ്ങനെയാണ്, ഇതിൽ 2 പ്ലേറ്റ്സ് ഉണ്ടാവും. ഒരു 2 പ്ലേറ്റ്സ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ചിത്രം വരച്ചിരിക്കുന്നത് പോലെ. ദിസ് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് കപ്പാസിറ്റർ. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ഈച്ച് ഓഫ് ഏരിയ എ. ഇപ്പം 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ടാവും, എന്നിട്ട് രണ്ടിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ഇറ്റ് ഈസ് ക്യാപിറ്റൽ എ ഇസ് ദി ഏരിയ. ഇത് എ ബി എന്ന് പറയുന്നത് ജസ്റ്റ് 2 പ്ലേറ്റ്സിന് പേര് കൊടുത്തതാണ് കേട്ടോ, അത് ഏരിയ അല്ല. അപ്പോൾ 2 പ്ലേറ്റ്സ് എന്താണ്, ഒരു സ്മോൾ ഡിസ്റ്റൻസ്, ഒരു ഡി ഡിസ്റ്റൻസിൽ, ഒരു സ്മോൾ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റേത്. അതെന്താണ്, ദേ ആർ ഹെൽഡ് പാരലൽ ടു ഈച്ച് അതർ ബൈ എ സ്യൂട്ടബിൾ ഡിസ്റ്റൻസ് ടി എപ്പാർട്ട്. സോ ദ പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഇതൊരു ഇൻസുലേറ്റിംഗ് മീഡിയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 പ്ലേറ്റ്സ് ഉണ്ടാവും ഒരു കപ്പാസിറ്റർ അറേഞ്ച്മെൻറ്റിന്. അപ്പം ആ പ്ലേറ്റ്സിന് ഇടയിൽ ഒരു നോൺ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മീഡിയം ഉണ്ടാവും. അപ്പം ഈ മീഡിയം എന്തൊക്കെ ആവാം, എയർ ആവാം, പേപ്പർ ആവാം, മൈക്ക ആവാം, ഗ്ലാസ് ആവാം. അപ്പം ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ് ഇസ് ഇൻസുലേറ്റഡ് ആൻഡ് ദി അതർ എർത്ത് കണക്റ്റഡ്. ഒരു പ്ലേറ്റ് ഇൻസുലേറ്റഡ് ആണ്, മറ്റേത് ചാർജ്ഡ് ആണ്. 2 പ്ലേറ്റ്സും ചാർജ്ഡ്, നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്ലേറ്റിൽ ചാർജ്ഡ് ആണ്, മറ്റേ പ്ലേറ്റ് എന്താണ്, എർത്ത് ആണ്. സോ ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്ലേറ്റിന് +Q എന്ന ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ചാർജ് -Q ഇസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദി നിയറർ ഫേസ് ഓഫ് ദി അതർ പ്ലേറ്റ്. അല്ലെ, ഈ ഒരു ഫേസിൽ നമ്മൾ +Q ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിൽ എന്താവും, -Q എന്നുള്ള അതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇത് എർത്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ദ ചാർജ് +Q ബീങ് ഫ്രീ ഫ്ലോസ് ടു എർത്ത്. സോ ഒരു പ്ലേറ്റിൽ +Q ചാർജും മറ്റൊരു പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസും ഉണ്ട്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു അല്ലേ. +Q ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പം ഇത്തരത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ ആയിട്ടാണ്. എയറാണ് ഇത് 2 പ്ലേറ്റ്സിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനിടയിലുള്ള മാധ്യമം അല്ലെങ്കിൽ മീഡിയം എയർ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഗോസസ് ലോയിൽ പാരലൽ പ്ലേറ്റിൽ 2 പാരലൽ പ്ലേറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സ്, 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റ് എന്താണ്, ഇറ്റ് ഈസ് E is equal to σ/ε0. ε0 വന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എയർ ആണ് ഇതിനിടയിലുള്ള കണ്ടക്റ്റിംഗ് മീഡിയം. ഓക്കെ, സോറി, നോൺ കണ്ടക്റ്റിംഗ് മീഡിയം എന്താണ്, എയർ ആണ്. അതുകൊണ്ടാണ് σ/ε0. സിഗ്മ ഇസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ Q ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദി സർഫസ് ചാർജ് സിഗ്മ. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തൊരു ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് ദി ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് Q/A ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇതാണ് നമ്മൾ ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഒരു 2 പാരലൽ പ്ലേറ്റ്സ് പിടിച്ചു കഴിഞ്ഞാൽ ചാർജ്ഡ് പാരലൽ പ്ലേറ്റ്സിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് σ/ε0. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിഫോം ആണ് അല്ലേ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് 2 പ്ലേറ്റ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് യൂണിഫോം. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റൊരു എക്സ്പ്രഷൻ, ഇലക്ട്രിക് ഫീൽഡ് E is equal to V/D, where V is the പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച കുറച്ച് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. ഒക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. വളരെ മുമ്പ് എടുത്ത ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് 4th സെമ്മിൽ ഇനിയും ആവശ്യം വരും, എക്സാമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് തൊട്ട് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ തന്നെ ഏകദേശം ഒക്കെ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകും. അപ്പം E is equal to V/D, where V is the potential difference between the plates. ചാർജ് കൊടുത്തപ്പോൾ നമ്മളൊരു ചാർജിങ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം വി ക്യാൻ റൈറ്റ് V, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to ED.
അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് ഇൻറ്റു എന്താണ് ഡി ആണ് വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ബൈ ആണ്. ലെറ്റ് ഇസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. സോ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ സർഫസ് ചാർജ് ഡെൻസിറ്റീൻ്റെ എക്സ്പ്രഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ഇൻറ്റു ടി ബൈ എപ്സിലോൺ 0. അപ്പം എന്താണ് നമ്മളെ എക്സ്പ്രഷൻ, വി ഇസ് ഈക്വൽ ടു ക്യൂ ഡി ബൈ എ എപ്സിലോൺ 0. നമുക്കറിയാം ഒരു ക്യൂ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പ്ലേറ്റ്സിനിടയിൽ ഒരു ക്യൂ ചാർജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചാർജിങ് എന്ന് പറഞ്ഞാൽ ചാർജസ് പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്. അപ്പം ഇതിനിടയിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ചാർജ് ടു പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ആ റേഷ്യോ ആണ് എന്ത്, ഒരു മെറ്റീരിയലിൻ്റെ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ല, ആ ഒരു സ്റ്റോറേജ് ഡിവൈസിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ദി ചാർജ് ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ നമുക്കിതിൽ നിന്ന് എന്താണ്, വി ഇസ് ഈക്വൽ ടു എന്താ, സി ഇസ് വിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. സോ വി ക്യാൻ റൈറ്റ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, ക്യൂ ബൈ വിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ക്യൂ ഡി ബൈ എ എപ്സിലോൺ 0. ഓക്കെ, സോ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടി, ഇതിൽ ക്യൂവും ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ബൈ ഡി. ഇതെന്താണ്, ഒരു പാരലൽ പ്ലേറ്റ്, രണ്ട് പ്ലേറ്റ്സ്, ഒരു ഇൻസുലേറ്റിങ്ങും ഒരു എർത്ത് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള നമ്മൾ അറേഞ്ച്മെൻറ്റ് വരച്ചിട്ടുണ്ട്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ക്യാരി ചെയ്യുന്ന ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയം എയർ ആയിട്ടുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് ഇത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമ്മൾ പിന്നെ അതുപോലെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണെങ്കിലോ, ഇനി ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ്. ഒരു ഡൈഇലക്ട്രിക് എന്താണ് ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഇത്തരത്തിൽ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ ഇതിനിടയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്ത് ചേഞ്ച് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പം എന്ത് ചേഞ്ച് ഉണ്ടാവുക, ഇവിടെ എപ്സിലോൺ 0ന് പകരം എന്തും കൂടി ഉണ്ടാവും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലെ, കെ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കെ ഇസ് ദി ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ മെറ്റീരിയൽ, ഓഫ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ. ഇത് തന്നെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് തന്നെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണെന്നാണ് ഇനി ഇതിൽ സംശയമുള്ള ആൾക്കാർ ചോദിക്കണം കേട്ടോ. ദിസ് ഈസ് ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ദിസ് ഈസ് ദി പെർമിറ്റിവിറ്റി ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും അതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് എപ്സിലോൺ ആർ എന്ന് അല്ലെങ്കിൽ കെ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ എയർ അല്ലാതെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വന്നു കഴിഞ്ഞാൽ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ബിക്കംസ് സി ഇസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ബൈ ഡി. സോ ഇതാണ് എപ്സിലോൺ ആർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സോ എന്താണ്, സി ഒരു മീഡിയം സി എം എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് സാധാ സി അല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആണ് മീഡിയം, എയർ ആണ് ഇൻ നോൺ കണ്ടക്റ്റിംഗ് മീഡിയം ബിറ്റ്വീൻ ദി ടു മെറ്റൽ പ്ലേറ്റ്സ്. എയർ ആണെങ്കിലാണ് ഈ എക്സ്പ്രഷൻ. ഒരു ഡൈഇലക്ട്രിക് മീഡിയം വന്നു കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആയിട്ടുണ്ടെന്നിട്ട് സി എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു വാട്ട്, സി എയർ അല്ലേ, സി എയർ. സോ നമുക്ക് എപ്സിലോൺ ആർ തന്നെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ മെറ്റീരിയൽ. സോ ഇതിന് നമുക്ക് ക്യാപിറ്റൽ കെ എന്നും കൊടുക്കാം. സോ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് സി എം സി എ. ഇത് മറ്റൊരു എക്സ്പ്രഷനാണ്, നമുക്ക് പ്രോബ്ലംസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. സോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് എ മീഡിയം എന്താണ്, ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് in between the plates to the capacitance of the same capacitor with air in between them. This is the definition of dielectric constant.